പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. Genesis chapter 49 verse 22, 23 and 24. Joseph is a fruitful vine near a spring, whose branches climb over a wall. With bitterness archers attacked him. They shot at him with hostility. But his bow remained steady. His strong arms stayed limber because of the hand of the mighty one of Jacob, because of the shepherd, the rock of Israel. Amen. Praise the Lord. ഇവിടെ ജോസഫിനെ കുറിച്ച് തൻ്റെ അപ്പനായ യാക്കോബ് പറയുന്ന അനുഗ്രഹ വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഇന്ന് പരിശുദ്ധാത്മാവ് ജോസഫായ നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ്, അത് നീരുറവിനരികെ എല്ലാ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്നൊരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കെതിരെ ശത്രു പല തടസ്സങ്ങളുണ്ടാക്കും, പല പ്രതിസന്ധികൾ കടന്നു വരും. നമുക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള പലവിധമായ വലിയ വലിയ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ജോസഫ് തൻ്റെ ജനനം മുതൽ തൻ്റെ അപ്പനും എല്ലാവർക്കും ഒരു ഇഷ്ടപുത്രനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ജോസഫിനെ കുറിച്ച് യാതൊരു തെറ്റും നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിനും തൻ്റെ മാതാപിതാക്കൾ എല്ലാവർക്കും ഒരു സൽസ്വഭാവിയും ഇഷ്ടപുത്രനുമായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവനായിരുന്നു, ഫലമുള്ളവനായിരുന്നു ജോസഫ്. എല്ലാവർക്കും നന്മ ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ആ ജോസഫിനെ കുറിച്ച് നാം വായിക്കുന്നു, ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, പക്ഷേ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഒരിക്കലും ഫലപ്രദമായൊരു വൃക്ഷത്തിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ മതിലാരും പണിയത്തില്ല. എന്നാൽ ഇവിടെ വലിയൊരു മതിൽ പണിയുക, അല്ലെങ്കിൽ അതിജീവിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള പരിശോധനകൾ. എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നു, ഹി ഓവർകം ഹൂസ് ബ്രാഞ്ചസ് ക്ലൈംബ് ഓവർ എ വാൾ. അതിനെയും അതിജീവിച്ചു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുന്നത് പോലെ ഇന്ന് നാം ഫലമുള്ളവരാണെങ്കിൽ നമ്മുടെ മുൻപിൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതിരിക്കാൻ പല തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും വിശ്വാസ ജീവിതത്താലും പ്രതിഷ്ഠയാലും തീരുമാനത്താലും നമുക്ക് ദൈവത്തിൻ്റെ സഹായത്താൽ സകലത്തെയും സ്തോത്രം ചാടിക്കടക്കുവാൻ നമുക്കിടയായിത്തീരും. അതിൻ്റെ മീതെ കർത്താവ് നമ്മെ വളർത്തും. നമുക്ക് തടസ്സമായി നിൽക്കുന്നത് തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായി ദൈവം മാറ്റും. മാത്രമല്ല, അടുത്ത വചനത്തിൽ വായിക്കുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. സ്തോത്രം. അവർ എയ്തു അവനോട് പൊരുതു. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നു, വിത്ത് ബിറ്റേർനെസ് ആർക്കേഴ്സ് അറ്റാക്ക്ഡ് ഹിം. എന്തൊക്കെ കയ്പുകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് വില്ലാളികൾ അവനെ വിഷമിപ്പിക്കുന്നു. ഇവിടെ വില്ലാളികൾ എന്ന് പറയുമ്പോൾ വേറെ ആരും പുറത്തു നിന്ന് ജോസഫിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നില്ല. തൻ്റെ സ്വന്തം സഹോദരന്മാർ തൻ്റെ സ്വഭാവം എന്നതെന്നും താൻ ആരാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള, തൻ്റെ ദർശനം തൻ്റെ വാഗ്ദത്തം ഒക്കെ തിരിച്ചറിഞ്ഞ തൻ്റെ സ്വന്തം സഹോദരന്മാർ സ്വപ്നക്കാരനെന്ന് വിളിച്ച് ജോസഫിനെ പരിഹസിച്ച് നിന്ദിച്ച് ജോസഫിനെ തങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കയ്പുകൾ വെച്ചുകൊണ്ട് ജോസഫിനെ വിഷമിപ്പിക്കുവാനിടയായി തീർന്നു. യാതൊരു കാരണം കൂടാതെ, യാതൊരു തെറ്റും ചെയ്യാതെ ജോസഫ് പൊട്ടക്കിണറ്റിൽ വീഴുന്നു. മിഥ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുന്നു. പ്രൈസലോ പലവിധമായ പ്രതിസന്ധികൾ അവന് വിഷമിപ്പിക്കുന്നു. സ്തോത്രം. അവനോട് ഇത് പൊരുതുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നാം ഫലമുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ സാഹചര്യം
സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആരെല്ലാം വിഷമിപ്പിച്ചാലും, ആരെല്ലാം പൊരുതിയാലും, ഏതൊക്കെ പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ നാം നേരിട്ടാലും നാം തകർന്നു പോകത്തില്ല. സ്തോത്രം. ആമേ. അടുത്ത വചനത്തിൽ വായിക്കുന്ന അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. സ്തോത്രം. അവൻ എങ്ങനെയാ ഉറപ്പോടെ നിന്നത്? യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. തനിക്ക് ആശ്രയിപ്പാൻ അവൻ മാനുഷികമായ ആരും തന്നെ ഇല്ലായിരുന്നു. തൻ്റെ മാതാപിതാക്കളോ തൻ്റെ സഹോദരങ്ങളോ തനിക്ക് മാനുഷികമായ ആശ്രയമെന്ന് തോന്നുന്ന എല്ലാവരും ജോസഫിനെ കൈവിട്ടു. എന്നാൽ ദൈവാശ്രയത്താൽ തൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. വാഗ്ദത്തങ്ങൾക്ക് യാതൊരു ചലനവും സംഭവിച്ചില്ല. തീരുമാനത്തിനും പ്രതിഷ്ഠയ്ക്കും യാതൊരു മാറ്റവും വന്നില്ല. അതുകൊണ്ട് ആമേൻ. അടുത്ത് വായിക്കുന്ന അവൻ്റെ ഭുജം യാക്കോബിൽ വല്ലഭനാൽ ബലപ്പെട്ടു. സ്തോത്രവും. ആമേൻ. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ യാക്കോബിൻ്റെ വല്ലഭനായ ഒരു കർത്തൻ നമുക്കുണ്ട്. സ്തോത്രം. പാറയായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നിശ്ചയമായ യേശു ക്രിസ്തു ആമേൻ നമ്മുടെ ദൈവ ഭോഷ്ക് പറയുവാൻ മനുഷ്യനല്ല, വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. നിശ്ചയമായി നാം ഫലപ്രദമായൊരു വൃക്ഷമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരാം, പ്രതിസന്ധികൾ വരാം. എന്നാൽ നാം തകർന്നു പോകുവാൻ, നശിക്കുവാൻ ദൈവം ഒരു നാളും ഇടയാക്കുകയില്ല. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങളിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എൻ്റെ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ബ്രൂമിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. ജോൺ ചാപ്റ്റർ 15:1-2. I am the true vine and my father is the gardener. He cuts off every branch in me that bears no fruit, while every branch that does bear he prunes. Hallelujah. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഒരു പ്രൂണിങ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ കൈവിട്ടു, ദൈവത്തിന് നമ്മോട് സ്നേഹമില്ല, ദൈവം നമ്മോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ മറന്നു കളഞ്ഞു, ദൈവം അനീതിയുള്ളവനെന്നല്ല അർത്ഥം. സ്തോത്രം. ആമേൻ. ചെത്തി വെടിപ്പാക്കുന്നത് പോലെയുള്ള ചില പ്രതിസന്ധികൾ കടന്നു വരുന്നത് അധികം ഫലം കായ്ക്കുവാൻ, അധികം ഉറപ്പോടെ നിൽക്കുവാൻ ദൈവത്താൽ നമുക്ക് വരുന്ന ചില പരിശോധനകളാണ്. ആമേൻ. ജോസഫിനെ കർത്താവ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ധരണം ചെയ്യുവാനുള്ള കൃപയും ശക്തിയും ആമേൻ കൊടുത്ത് ആമേൻ ജോസഫിനോടുള്ള വാഗ്ദത്തം നിവർത്തിച്ച് ദൈവം മാനിച്ചുവെങ്കിൽ നമ്മയും കർത്താവ് അനുഗ്രഹിക്കും. ഈ നാളുകളിൽ നല്ല മുന്തിരിവള്ളികളായി ആമേൻ. സ്തോത്രം. 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 യേശു കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ആമേൻ. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങനെങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നറിയുന്നത് പോലെ ചില വിഷമങ്ങളും ചില പോരാട്ടങ്ങളും ചില യുദ്ധങ്ങളും കർത്താവ് ചില പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ നേരിടുന്നത് ഞങ്ങളുടെ നന്മയ്ക്കായാണ് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഞങ്ങളുടെ പാറയായ കർത്താവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം, വല്ലഭനായ ദൈവം കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും എല്ലാ നിലകളിലും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പോൾ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം കായ്ക്കുവാനും അത് നിലനിൽക്കുവാനുമാണല്ലോ. അതിനാൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. 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 May God bless you all.